എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് ഈസ് എൻട്രാപ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ എല്ലാം പിതൃക്കളുടെ ഓർമ്മ ദിവസം, അതായത് ബലിയിടുന്നൊരു ദിവസം കർക്കിടകത്തിൽ. ഇന്ന് ബലിത്തറയിൽ എല്ലാവരും അവരുടെ പൂർവികരെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ പുതുക്കാനും അവരുടെ ആത്മശാന്തിക്കുമായി ബലിത്തറകളിരുന്ന് പോറ്റി പറയുന്ന മന്ത്രങ്ങൾ ഏറ്റുപറയുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു നിമിഷങ്ങളാണ്. ഒരു ചെറിയ നിമിഷങ്ങളാണെങ്കിലും അത് വലിയൊരു ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടി കൊണ്ടുപോകുന്നൊരിതാണ്. എന്നാൽ ഈ ബലിത്തറയിൽ എത്തുന്ന ഇതിൽ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും തൻ്റെ പിതാക്കളെക്കുറിച്ച് അറിയാത്തവരും അവരുടെ അവസാനം എന്തായിരുന്നെന്നും അവരെ വീട്ടിൽ പുറത്താക്കിയവരും ഇതിൽ കണ്ടേക്കാം. ഒരുപക്ഷെ അവർ വന്നിരിക്കുന്നത് വലിയ ആഡംബര കാറുകളിലും അവരുടെ വീടുകൾ മാതാപിതാക്കളുടെ ഫോട്ടോ, ചില്ലുകളുടെ ഫോട്ടോ, ലൈറ്റും ഒക്കെ അലങ്കാര വസ്തുവായി സ്ഥാപിച്ചിരിക്കാം. എന്നാൽ അവസാന നാളുകൾ മാതാപിതാക്കളെ നോക്കാതെ അവരെ വീട്ടിൻ്റെ പുറത്ത് പായിച്ചവരായിരിക്കാം. ആരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിൽ കാണും. അവരോടൊന്ന് പറയും. അവരോട് ഞാൻ ഒന്ന് പറയുകയാണ്, നിങ്ങൾ ഈ ബലിത്തറയിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ അച്ഛന് ബലിയിടാൻ പോകുന്നു അല്ലെങ്കിൽ അമ്മയ്ക്ക് ബലിയിടാൻ പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയും ആ പോറ്റിക്ക് വന്ന് സാധാരണ കൊടുക്കുന്ന ദക്ഷിണയെക്കുറിച്ച് അധികം ദക്ഷിണ കൊടുക്കുകയും വന്നു കഴിഞ്ഞാൽ സായുജ്യം അറിയില്ല. അവിടെയും നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ജന്മം തന്ന പേരൻസിനെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് മനസ്സിലാക്കുക, ഇതെല്ലാം കാണുന്നൊരു അമാനുഷിക ശക്തി, അതായത് നാം ദൈവമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സോ ഈ കാലഘട്ടത്തിൽ നാം കേൾക്കുന്ന സംഭവങ്ങൾ, ഇന്ന് ഞാൻ പത്രത്തിൽ വായിക്കുന്നത് തൃശ്ശൂർ ഭാഗത്ത് സ്വന്തം അച്ഛനെ വീട്ടിൽ നിന്നും അട്ടിപ്പായിച്ചു. അദ്ദേഹം എവിടെയോ മൃതിയടഞ്ഞു. ആ മൃതശരീരം വീട്ടിൽ കയറ്റാതിരിക്കാൻ ആ വീട് ലോക്ക് ചെയ്തു പോയി. അവസാനം ആ നാട്ടുകാരൊക്കെ ചേർന്ന് ആ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച് അന്ത്യകർമ്മങ്ങൾ നടത്തി സംസാരിക്കാനായി കൊണ്ടുപോയി. ആ ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ മാത്രം. നമ്മൾ വെറും അതിഥികൾ മാത്രമാണ്. വർഷത്തിലൊരിക്കൽ നമുക്കിങ്ങനെ ഒരു ബലിപ്പെരുന്നാൾ വരുന്നു. ഈ ഒരു ഇത് എല്ലാത്തിലും ഉണ്ടാകുന്നതാണ്. ഇത് ഓരോരോ നമ്മൾ ഹിന്ദുക്കൾ ബാഹുബലിയായി കാണുന്നു, ക്രിസ്ത്യാനികൾ ഓൾ സോൾസ് ഡേ ആയി കാണുന്നു, ഈ മുസ്ലിങ്ങൾ ബലിപ്പെരുന്നാളൊക്കെ കാണുന്നു. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പേരൻസിനെ മാക്സിമം സ്നേഹിക്കുക, അവരെ പരിചരിക്കുക, അവർക്ക് സമാധാനമായ ഒരു ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ജീവിക്കാനുള്ള സാഹചര്യം എല്ലാ മക്കളും ഉണ്ടാകണം. അതാണ് നാം ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി. നമ്മൾ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ച് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടി ഏതെങ്കിലും ഈ ബലി അർപ്പിക്കാൻ വേണ്ടി പോണതിൽ ഒരർത്ഥവുമില്ല. നാം യാഥാർത്ഥ്യങ്ങളിലേക്ക് നാം കടക്കാൻ ശ്രമിക്കണം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേരൻസിനെ കുറിച്ചുള്ളൊരു ഓർമ്മകളുണ്ടായിരിക്കണം. അവരെങ്ങനെയായിരുന്നു ഓർക്കണം? അവരുടെ മനസ്സ്, അവരുടെ മുഖങ്ങൾ, അവരുടെ ഭാവങ്ങൾ, അവരുടെ സംഭാവനകൾ, അവരുടെ സ്നേഹാദരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർക്കേണ്ട ഒരു ദിവസമാണ്. കുറച്ച് സമയമെങ്കിലും ഏകാന്തമായിരുന്നു നിങ്ങളുടെ പേരൻസിനെ കുറിച്ച് ആലോചിക്കുക. അതാലോചിച്ചതിന് ശേഷം ആ ബലിത്തറയിലേക്ക് നോക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മാനസിക സുഖം മറ്റൊന്നിലും ഉണ്ടാവില്ല. ഇന്നത്തെ ദിവസം അത് ഓർക്കുക. ഒപ്പം നിങ്ങളുടെ പേരൻസിൻ്റെ സുഹൃത്തുക്കളായോ ബന്ധുക്കളായോ ആരെങ്കിലുമൊക്കെ കാണും, അവരുമായി ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഇന്നത്തെ ദിവസം അതിനുവേണ്ടി ചിലവഴിക്കുക. ഈ തിരക്കേറിയ സമയങ്ങൾ നമുക്ക്
എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാക്കാൻ നമുക്ക് തിരക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. ആ തിരക്കിനെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണം. നമ്മളെല്ലാവരും തിരക്ക് പിടിച്ചവരാണ്, നമുക്കൊന്നും സമയം കിട്ടാറില്ല. ഇന്ന് തന്നെയും ഒരു പക്ഷേ ഈ ബലിയർപ്പിക്കാൻ വേണ്ടി ദൂരങ്ങൾ വന്നിരിക്കാം, ഒത്തിരി ദൂരങ്ങളായിരിക്കാം ബലിയിടേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെ അച്ഛനമ്മമാരുടെ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ എന്ത് തന്നെ ആയിരുന്നാലും ഇന്ന് ആ ബലിപീഠത്തിൽ എത്തണമെന്നുള്ള ആ ബലിത്തറയിൽ എത്താൻ വേണ്ടി പലരും പല സ്ഥലത്തു നിന്ന് എത്തുന്നവരുണ്ട്. അവർക്കെല്ലാം നമ്മുടെ അഭിവാദ്യങ്ങൾ. ഈ ഈ ഇന്നത്തെ ഒരു ദിവസം അവർ സന്തോഷമായിരിക്കണം, സായുജ്യരായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെ മനസ്സ് തുറന്ന് ഒന്ന് കാണേണ്ട ദിവസമാണ്, അവരെക്കുറിച്ച് ഓർക്കേണ്ട ദിവസമാണ്. മറ്റുള്ള ദിവസങ്ങളെല്ലാം നമ്മൾ തിരക്കിൽ നിന്നും തിരക്കിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്, നമുക്ക് ഫ്രീ കിട്ടില്ല. രാവിലെ നമ്മൾ ഉണരുന്നു, നമ്മുടെ ജോലികൾക്കായി നമ്മൾ പുറത്തു പോകുന്നു, ഈവനിങ് ക്ഷീണിച്ചു വരുന്നു, ക്ഷീണിതരാകുന്നു, നമ്മൾ റെസ്റ്റ് എടുക്കുന്നു, രാവിലെ വീണ്ടും യാത്ര തിരിക്കും. ഇറ്റ് ഈസ് എ റൊട്ടൈൻ തിങ്. അപ്പോൾ വർഷത്തിൽ വന്ന് കിട്ടുന്ന ഒരേ ഒരു ദിവസമാണ് നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ പിതൃക്കളെക്കുറിച്ച് ഓർക്കാൻ വേണ്ടി. ആ ഒരു ഓർമ്മ ദിവസമാണ് ഇന്ന്. എല്ലാവരും വീട്ടിൽ ഒന്നിച്ചുണ്ടാകും, ഒന്നിച്ചുള്ളൊരു ദിവസമാകും. പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുക, കുഞ്ഞുമക്കളോട് പറഞ്ഞു കൊടുക്കുക, എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, അമ്മ ഇങ്ങനെയായിരുന്നു. നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സ്പിരിറ്റ്, നിങ്ങളുടെ പേരൻസും നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സ്നേഹാതിരുവുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടാകും. നാളെ നിങ്ങൾ കാലത്തിൻ്റെ അടിത്തറ നേരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിന്ന് ചെയ്യുന്നത് നോക്കി അവർ നാളെ നിങ്ങളുടെ ആത്മാക്കളുടെ സംതൃപ്തിക്ക് വേണ്ടി അവരും ചെയ്യും. ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ ദിവസം ബലിയർപ്പണം നടത്തുന്ന എല്ലാ സഹോദരങ്ങൾക്കും ലൈഫ് വിഷൻ പ്രൊഫഷൻ്റെ എല്ലാവിധ ആദരവുകളും ഞങ്ങൾ അർപ്പിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. സാധിച്ചാൽ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിച്ചാലും. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.